അങ്ങനെ ഇന്നലെ DSR പ്രീമിയർ ഷോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏരീസ് ഫ്ലെക്സ് തിയേറ്ററിൽ നല്ല തിയേറ്റർ തന്നെ ചൂസ് ചെയ്ത് പോയി. രാഹുൽ സദാശിവൻ്റെ പടം എന്ന ബേസിലാണ് പടം കാണാൻ വേണ്ടി പോയത്. കാരണം പ്രണവ് മോഹൻലാലിൻ്റെ കട്ട ഫാനൊന്നും അല്ല ഞാൻ. ലാലേട്ടൻ്റെ കട്ട ഫാനാണ്, പ്രണവ് മോഹൻലാലിൻ്റെ കട്ട ഫാൻ അല്ല ഞാൻ. അങ്ങനെ പടം കാണാൻ വേണ്ടി വന്നു. നല്ല ഫാൻസാണ് പടം കാണാൻ വേണ്ടി വരുന്നത്. കാരണം അവർ ഈ ചളി ഹൊറർ സിനിമ കാണുമ്പോൾ ഉള്ള ചളിയിടി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മര്യാദക്കിരുന്ന് ആ സിനിമയിൽ ഡെപ്തായിട്ട് ഇരുന്ന് ഫീൽ ചെയ്ത് കണ്ട ആൾക്കാരായിരുന്നു എല്ലാവരും. ഈ പടത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് ഡിസൈനിങ്, മേക്കിങ് ഒരു രക്ഷയില്ല. ഈ രാഹുൽ സദാശിവൻ ഈ ഹൊറർ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ജനിച്ച ആളാണെന്ന് നമുക്ക് തോന്നിപ്പോവും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഹൊറർ BGM എല്ലാം, ഈവൻ പ്രണവ് മോഹൻലാലിൻ്റെ തന്നെ ഒരു നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. കൂടെയുള്ള ആക്ടേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ചെക്കൻ്റെ ഒരു ലിപ്ടോക്കൊക്കെ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ പടം കിടു എന്ന് വേണം പറയാം. പിന്നെ ചിലരൊക്കെ പടം കണ്ടിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു ഭൂതകാലത്തിൻ്റെ അത്രയും വന്നില്ല, അത്ര ഒരു ഹൊറർ നമുക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അത്യാവശ്യം പേടിക്കാനൊക്കെ ഉണ്ട്. അത്യാവശ്യം നമ്മൾ ഡെപ്തായിട്ടൊക്കെ സിനിമ കാണുന്നവർക്ക് വലുതായിട്ട് പേടി കാണില്ല. കാരണം ഹൊറർ സിനിമ തിരക്കി പിടിച്ച് ഒരുപാടൊക്കെ കണ്ടിട്ടുള്ളവർക്ക് വലിയ ഫീൽ കാണും. പക്ഷെ എന്നാലും അത്യാവശ്യം ഞെട്ടാനുള്ള സിനിമയുണ്ട്. മലയാളത്തിൽ നന്നായിട്ട് തന്നെ എടുത്തിട്ടുള്ള ഒരു ഹൊറർ സിനിമയാണിത്. നമുക്കൊരു ഇൻ്റർനാഷണൽ ലെവൽ ഐറ്റം ഉണ്ടെന്ന് വേണമെങ്കിലും പറയാവുന്ന രീതിക്ക് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല തിയേറ്ററിൽ പോയി തന്നെ ഈ പടം കാണുക. പിന്നെ OTTയിൽ വന്ന് ഹെഡ്സെറ്റ് വെച്ച് കണ്ടാലും അത്യാവശ്യം ഞെട്ടാനുള്ള എല്ലാ സാധനങ്ങളും ഈ പടത്തിലുണ്ട്. മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രണവ് മോഹൻലാൽ പൊള്ളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവൻ ആദ്യമായിട്ടാണ് നല്ല ഒരു പെർഫോമൻസ് അയച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാത്തിലും ഫാൻസി ഡ്രസ്സാക്കി കുളമാക്കിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ കിഡിലാക്കി ചെയ്തിട്ടുണ്ട്. പയ്യൻ പൊളി ലുക്കുമായിരുന്നു, പൊളി പെർഫോമൻസും ആയിരുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.